രാഹുലിന്റെ വിഷയം അയാൾ ഒരു സീരിയൽ ഒഫൻഡർ ആയിട്ടാണ് അയാളുടെ കേസിന്റെ ഒരു ഒരു സംവിധാനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരേ തലത്തിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലീക്കായി വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം ഒരു മനസ്താപവും കൂടാതെ അബോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് ചോദിക്കുന്നതും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസന്റ് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ക്രിമിനൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വ്യക്തി വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളെയും ഇതേ കണ്ണോടുകൂടിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3 പേരല്ല അറിയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഇൻസൈഡ് സർക്കിളിൽ നിന്ന് നമുക്ക് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇഷ്ടം പോലെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ പോലും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിയും ഇല്ല എന്ന് അവർ പറയുന്നത് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാതിരിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമാണ്. കാരണം അവർക്കറിയാം പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്നുള്ളതും കോൺഗ്രസിന് അത്തരത്തിൽ BJPയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പാലക്കാടിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഇമ്പാക്ട് എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ ഒരു തരത്തിലും ആ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ സീരിയൽ ഒഫൻഡറായിട്ട് ാള് തങ്ങളുടെ പാർട്ടിയിലെ വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെ, ഇപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ പറഞ്ഞു, ഇപ്പൊ ഉമാ തോമസിനെ പോലുള്ള MLA ഉൾപ്പെടെ വന്ന് പറയുകയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ചികിത്സിക്കണം, അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഇതിനകത്ത് എന്റർടൈൻ ചെയ്യരുത് എന്നുള്ളത്. കാരണം അത്രയും പ്രായമായിട്ടുള്ള അവർക്ക് പോലും ഇങ്ങനെ ഒരു വ്യക്തി പാർട്ടിക്കകത്ത് നിൽക്കുന്നത് തങ്ങൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യുക?